പെയ്തൊഴിയാതെ. രചനാ സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 8. ഉച്ചയ്ക്ക് ശേഷം OP ഇല്ലാത്തതുകൊണ്ട് നിമയെ ആ ഭാഗത്തേക്ക് കണ്ടതേയില്ല. രാജീവന് മനസ്സിലായി നിമ മനഃപൂർവ്വം അവിടേക്ക് വരാത്തതാണെന്ന്. എന്തായാലും എൻ്റെ കണ്ണിൽ തന്നെ ഉണ്ടല്ലോ എൻ്റെ പെണ്ണ്, ഇനി ആർക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. അവൻ ചിരിച്ചു. ഏകദേശം വൈകുന്നേരത്തോടു കൂടി തന്നെ നിമയുടെ ഫോണിലേക്ക് ശ്രീദേവിയുടെ നമ്പറിൽ നിന്നും ഒരു കോൾ വന്നു. ഹലോ നിമ. എന്താടി ഈ നേരത്തൊരു വിളി? ഞാനിപ്പോൾ ഇറങ്ങും. അതല്ല നിമ, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാണ്. ഞാനിവിടെ നിൻ്റെ ഹോസ്പിറ്റലിലുണ്ട്. എന്താടി നിനക്ക് വയ്യേ? ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. നീ എവിടെയാണ് നിൽക്കുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല നിമ. ഞാനിവിടെ കാഷ്വാലിറ്റിയിൽ നിൽപ്പുണ്ട്. മണിക്കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒന്ന് വീണു. നെറ്റി അല്പം മുറിഞ്ഞു. സ്റ്റിച്ചിടണം. കരച്ചിലാണ്. നിമ ഫോൺ കട്ട് ചെയ്ത് കാഷ്വാലിറ്റിയിലേക്ക് അവൾ ഓടുകയായിരുന്നു. ക്യാൻറ്റീനിൽ നിന്നൊരു ചായ കുടിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയതാണ് ഡോക്ടർ രാജീവ്. ക്യാൻറ്റീനിലേക്ക് പോകുന്നതിന് തിരിയുന്ന സ്ഥലത്ത് വെച്ചാണ് ആരുമായോ കൂട്ടിയിടിച്ചത്. വീഴാൻ പോയവളെ രാജീവൻ ചേർത്ത് പിടിച്ചു. എന്താടോ എവിടെ നോക്കിയാ ഈ പായുന്നത്? തനിക്ക് മൂത്ത് കണ്ണില്ലേ? പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ കരഞ്ഞു കളിക്കിയ കണ്ണുകളുമായി നിമ. എന്താടോ, എന്തു പറ്റി? എന്താ താൻ വല്ലാതിരിക്കുന്നത്? സുഖമില്ലേ? രാജീവിനെ കണ്ടതും നിമ പൊട്ടിക്കരഞ്ഞു. മോൾക്ക് തല പൊട്ടി. താഴെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രീദേവി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അതും പറഞ്ഞുകൊണ്ട് നിമ വേഗം കാഷ്വാലിറ്റിയിലോടി. അവൾക്ക് പിന്നാലെ തന്നെ രാജീവനും കാഷ്വാലിറ്റിയിലേക്ക് പാഞ്ഞു. നിമയെ കണ്ട മണിക്കുട്ടി കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. എന്താ ശ്രീദേവി, എങ്ങനെയാ എൻ്റെ മോള് വീണത്? കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിമ. പെട്ടെന്ന് കൂടെയുണ്ടായിരുന്ന കുട്ടി ഓട്ടത്തിനിടയിൽ പിടിച്ച് തള്ളുകയായിരുന്നു. നിമ മണിക്കുട്ടിയെ വാരിയെടുത്ത് മടിയിലേക്ക് വെച്ചു. പേടിക്കാനൊന്നുമില്ല സിസ്റ്റർ, 2 സ്റ്റിച്ച് ഇടണം, അത്രയേ ഉള്ളൂ. പക്ഷെ മോള് സമ്മതിക്കുന്നില്ല. നിമ മണിക്കുട്ടിയെ കയ്യിൽ പിടിച്ച് സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും അതിനിടയിൽ സ്റ്റിച്ചിടലും ഒക്കെ കഴിഞ്ഞു. മണിക്കുട്ടി വലിയ വായിൽ നിലവിളിച്ചു. ഒടുവിൽ കരഞ്ഞുറങ്ങി. അപ്പോഴേക്കും രാജീവനും അവിടെ എത്തി. നിമയുടെ മടിയിൽ തളർന്നു കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ തന്നെ നോക്കി നിന്നു. അവളുടെ അനുവാദം പോലും ചോദിക്കാതെ കുഞ്ഞിനെ കൈകളിൽ വാരിയെടുത്തു. കുഞ്ഞിനെയും കൊണ്ട് നേരെ ലിഫ്റ്റിനടുത്തേക്ക് പോയി. നിമ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. അതിനുശേഷം ശ്രീദേവിയുടെ കൈയും പിടിച്ച് നേരെ രാജീവൻ്റെ പിന്നാലെ പോയി. നിമ ചെല്ലുമ്പോൾ രാജീവൻ മോളെ അയാളുടെ ക്യാബിനിലേക്ക് കൊണ്ടുപോയിരുന്നു. മണിക്കുട്ടിയെ കട്ടിലിൽ കൊണ്ട് കിടത്തി രാജീവൻ അവൾക്ക് അരികിലിരുന്നു. തലയിൽ അരുമയായി തലോടി. അയാളുടെ കണ്ണുകളിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ കവിളുകളെ ചുംബിച്ച് താഴേക്ക് വീണു. ഇത്രയും കാലം ഒരു അച്ഛൻ്റെ സ്നേഹം പോലും തൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ കഴിയാത്തൊരു താൻ നിർഭാഗ്യവാനാണെന്ന് പോലും രാജീവന് തോന്നിപ്പോയി. ഒരിക്കലും നിമയ്ക്കും തനിക്കുമിടയിൽ ഇങ്ങനെ ഒരു വിള്ളലുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പക്ഷേ അതിനിടയിൽ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും മണിക്കുട്ടിയെ മറന്നുപോയി. പക്ഷേ മോള് തന്നെ കണ്ടപ്പോൾ തന്നെ അച്ഛയെ എന്ന് വിളിച്ച് കവിളിൽ തലോടിയതും ചുംബിച്ചതും അയാളുടെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു. മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും മകളെ മറന്നത് താനാണ്. നിമ കുഞ്ഞിനെ അവളുടെ അച്ഛനെ കാണിച്ചു കൊടുത്തു. അങ്ങനെ തന്നെയാണ് വളർത്തിയിരിക്കുന്നതും. അപ്പോഴേക്കും ഡോർ തുറന്ന് നിമ ക്യാബിനകത്തേക്ക് കയറി. അവൾ മണിക്കുട്ടിയുടെ അടുത്തേക്ക് പോയി കുഞ്ഞിനെ വാരിയെടുത്തു. നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന ഭാവത്തിൽ. നിരുപമ എന്തായി കാണിക്കുന്നത്? മോൾ ഉറങ്ങുകയല്ലേ? കുറച്ചു നേരം കൂടി അവളിവിടെ കിടക്കട്ടെ. വേണ്ട, അവളിവിടെ കിടക്കണ്ട. എൻ്റെ മോളെ ഒരു നിമിഷം പോലും ഞാനിവിടെ കിടത്തില്ല. ഇത്രയും നാൾ അവൾക്ക് അച്ഛനും അമ്മയും കൂട്ടുകാരിയും എല്ലാം ഞാനായിരുന്നു. ഇനി അവൾക്ക് ഞാൻ മാത്രം മതി. അവകാശം പറഞ്ഞ് ആരും എൻ്റെ കുഞ്ഞിൻ്റെ പിന്നാലെ വരണ്ട. കുഞ്ഞിനെ മാറോട് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ നിമയുടെ കൈകളിൽ രാജീവ് പിടുത്തമിട്ടു. കുഞ്ഞിനെയും എടുത്തുകൊണ്ട് എൻ്റെ വീടിൻ്റെ പടിയിറങ്ങിയത് നീയാണ്. ഒരിക്കൽ പോലും ഞാൻ നിന്നോട് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നോ ഇറക്കി വിടുകയോ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള നീ എന്നോട് എന്തിനാണ് ഈ ശത്രുത കാണിക്കുന്നത്? പറയുവാനാണെങ്കിൽ 2 പേർക്കും പറയുവാൻ പലതുമുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം, ലാളിക്കണം. അതിന് മാത്രമുള്ള അവകാശം മതി എനിക്ക്. അതുപോലും തരില്ല എന്നാണ് നിരുപമയുടെ തീരുമാനമെങ്കിൽ എനിക്ക് ബാക്കി നിയമ നടപടികളിലേക്ക് പോകേണ്ടി വരും. രാജീവൻ ഒറ്റശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. താൻ കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ടതുപോലെ നിമ അവിടെ തറഞ്ഞു നിന്നു. ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു? ഇങ്ങനെ ഒരു കുഞ്ഞും അമ്മയും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഇത്രയും കാലം കഴിഞ്ഞ് വന്നിരിക്കുന്നു അവകാശവും പറഞ്ഞ്. എൻ്റെ മോളുടെ അവകാശം ഞാൻ ആർക്കും വിട്ടു തരില്ല. എനിക്ക് അവൾക്ക് ഞാനും മാത്രം മതി. ഞങ്ങൾക്കിടയിലേക്ക് ഇനിയും ആരും വരണ്ട. എൻ്റെ മോളെ എന്നിൽ നിന്ന് അകറ്റാനാണ് ഭാവമെങ്കിൽ പിന്നീട് നിരുപമ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ല. അത്രയും പറഞ്ഞുകൊണ്ട് നിമ ഉറങ്ങുന്ന മണിക്കുട്ടിയെയുമായി പുറത്തേക്കിറങ്ങി.
ഡ്യൂട്ടി റൂമിൽ ചെന്ന് അന്നമ്മ സിസ്റ്ററിനെ കണ്ട് നിമ 2 ദിവസത്തേക്ക് ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തു. മോൾക്ക് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ അന്നമ്മ സിസ്റ്റർ 2 ദിവസത്തേക്ക് ലീവ് അനുവദിച്ചു. അടുത്ത 2 ദിവസങ്ങളിൽ കാർഡിയോളജി OPയിൽ നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും അത് കൈകാര്യം ചെയ്യുന്നതിന് താര സിസ്റ്ററിനെയാണ് അന്നമ്മ സിസ്റ്റർ പകരമായി രാജീവിൻ്റെ OPയിലേക്ക് പറഞ്ഞു വിട്ടത്. കൃഷ്ണജ ഡോക്ടർ ലീവ് ക്യാൻസൽ ചെയ്ത് ഡ്യൂട്ടിക്ക് കയറി. വീട്ടിൽ അച്ഛനും അമ്മയും വിവാഹകാര്യം പറഞ്ഞ് ഇടം വലം സ്വസ്ഥത തരുന്നില്ല. ഇനിയും അവിടെ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയായതുകൊണ്ടാണ് ലീവ് ക്യാൻസൽ ചെയ്ത് ഡ്യൂട്ടിക്ക് കയറാമെന്ന് വിചാരിച്ചത്. കൃഷ്ണജ, താൻ എത്തിയോ? ലീവ് ക്യാൻസൽ ചെയ്ത് നന്നായി. ഈ വീട്ടിലിരുന്ന് ഉപദേശം കേൾക്കുന്നത് ഭയങ്കര ബോറ് പരിപാടിയാണ്, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ്. കൃഷ്ണജ അതിനൊന്ന് ചിരിച്ചു. കാർഡിയോളജിയിൽ പുതിയ ഡോക്ടർ ജോയിൻ ചെയ്തു, ഡോക്ടർ രാജീവ്. നന്ദൻ പറഞ്ഞു കേട്ടു. കൃഷ്ണജയുടെ കണ്ണുകൾ വിടർന്നു. ഞാനൊന്ന് അന്നമ്മ സിസ്റ്ററിനെ പോയി കണ്ടിട്ട് വരാം. കൃഷ്ണ വേഗത്തിൽ നടന്നു നീങ്ങി. കാർഡിയോളജിയിൽ പോയി രാജീവിനെ കാണുക എന്നതല്ലാതെ മറ്റൊരു ചിന്തയും ഉള്ളിലില്ലായിരുന്നു. രാജീവിൻ്റെ മുറിയുടെ മുന്നിൽ ചെന്ന് നിന്ന് ഒരു ദീർഘനിശ്വാസം എടുത്തു. എന്നിട്ട് ഡോർ നോക്ക് ചെയ്ത് മുറിയിലേക്ക് കയറി. ഹലോ കൃഷ്ണ, ഞാൻ വന്നപ്പോൾ അന്വേഷിച്ചു. അപ്പോൾ അറിഞ്ഞു താൻ ലീവിലാണെന്ന്. പിന്നെ അച്ഛനും അമ്മയൊക്കെ സുഖമായിരിക്കുന്നു, എന്ത് പറയുന്നു? അവർക്ക് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ ഡോക്ടർ, എൻ്റെ വിവാഹം. ഇപ്പോൾ തന്നെ വൈകി കൃഷ്ണ, താൻ ഇനിയും എൻ്റെ പേരും പറഞ്ഞ് അവരെ വിഷമിപ്പിക്കരുത്. നല്ലൊരാളെ കെട്ടി താൻ ഹാപ്പി ആയിരിക്കുന്നത് എനിക്ക് കാണണം. അല്ലെങ്കിൽ എന്നും എനിക്കതൊരു സങ്കടമാകും. കൃഷ്ണജ രാജീവനെ തന്നെ നോക്കിയിരുന്നു. ചിരിക്കുമ്പോൾ അയാളുടെ ചെറിയ നുണക്കുഴികൾ കാണാം. ഇടയ്ക്കിടയ്ക്ക് നെറ്റിയിലേക്ക് പാറി വീഴുന്ന കുറുനിരകൾ. രാവിലെ മണിക്കുട്ടി നിമയോടൊപ്പം പോകാൻ ഒരുപാട് കരഞ്ഞു. പക്ഷേ 2-3 ദിവസമായി ലീവിൽ നിൽക്കുന്നു. അന്നമ്മ സിസ്റ്ററിൻ്റെ കരുണ കൊണ്ടാണ് ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ലീവുകൾ തരുന്നത്. എല്ലാ പേരോടും കാർക്കശ്യ സ്വഭാവം കാട്ടുമെങ്കിലും തന്നോട് മാത്രം ചെറിയ സോഫ്റ്റ് കോർണറാണെന്ന് സ്റ്റാഫിൻ്റെ ഇടയിൽ ഒരു സംസാരമുണ്ട്. ദേവുവിന് 2 ദിവസം കോളേജിൽ പോകണ്ട, അതുകൊണ്ട് വീട്ടിലുണ്ട്. ഒരു വിധത്തിൽ മണിക്കുട്ടിയെ സമാധാനപ്പെടുത്തി ദേവുവിൻ്റെ കൂടെ നിർത്തി. നിമ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. അവിടെ തന്നെ കാത്തിരിക്കുന്ന ആ മുഖം ഓർത്തപ്പോൾ അവളുടെ വയറിൽ മഞ്ഞു വീണ സുഖമായിരുന്നു. പക്ഷേ എങ്കിലും വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. കൃഷ്ണ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആകരുത്. എനിക്ക് വിഷമമുണ്ട്. തനിക്ക് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാനും പ്രതീക്ഷ നൽകിയതിൽ. കൃഷ്ണജ കണ്ണു തുടച്ചു. ഹോസ്പിറ്റലിലെത്തി അന്നമ്മ സിസ്റ്ററിൻ്റെ അടുത്തെത്തി സൈൻ ചെയ്തു. മോൾക്ക് എങ്ങനെയുണ്ട് നിമ? സ്റ്റിച്ച് ഉണങ്ങിയിട്ടില്ല സിസ്റ്റർ. വല്ലാത്ത നിർബന്ധമായിരുന്നു എൻ്റെ ഒപ്പം വരാൻ. പിന്നെ ദേവുവിൻ്റെ അടുത്താക്കിയിട്ട് പോന്നു. നിമ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നേരെ രാജീവൻ ഡോക്ടറുടെ ക്യാബിനിലേക്ക് ചെന്നു. നിമ ഡോർ തുറന്ന് അകത്തേക്ക് കിടക്കുമ്പോൾ കണ്ടു കൃഷ്ണജ ഡോക്ടറിനെ. അവൾക്കെന്തോ വല്ലാത്ത ദേഷ്യം തോന്നി. ഇവരെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ലീവല്ലായിരുന്നോ? അന്ന് മണിക്കുട്ടിയെ കാണാതെ ആയതിൻ്റെ അന്നും ഇവരെ രണ്ടുപേരെയും ഒന്നിച്ചു കണ്ടതാണ്. നിമ ചുവടുകൾ പതിയെ മുന്നോട്ട് വെച്ചു. അവളെ കണ്ട ഉടനെ തന്നെ സിസ്റ്ററിൻ്റെ മുഖഭാവം മാറി. അവളുടെ ദേഷ്യം നിറയുന്നതും രാജീവൻ കണ്ടു. അവൻ ഉള്ളിൽ ഊറി ചിരിച്ചുകൊണ്ട് കൃഷ്ണയോടുള്ള സംസാരം തുടർന്നു. എങ്ങനെയുണ്ടോ തൻ്റെ അച്ഛനും അമ്മയ്ക്കും? സുഖമായിരിക്കുന്നു? രാജീവൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ കൃഷ്ണയുടെ മുഖം വിടർന്നു. സുഖമായിരിക്കുന്നു ഡോക്ടർ. ആകെ വിഷമം. പെട്ടെന്നാണ് നിമ അടുത്ത് വരുന്നത് കൃഷ്ണജ കണ്ടത്. നിമയെ കണ്ട് കൃഷ്ണജ ചിരിച്ചു. താനെന്താടോ ഇവിടെ? കുറച്ച് ദിവസമായി ഞാൻ ലീവായിരുന്നത് കൊണ്ട് തൻ്റെ കാര്യം മറന്നു. ഞാനിന്ന് ഡ്യൂട്ടിക്ക് കയറുന്നില്ല നിരുപമ. നാളെ മുതൽ ഉണ്ടാകും. അപ്പോൾ ഇന്നും കൂടി താൻ ഫ്രീ ആണ്. നിമ കൃഷ്ണയെ നോക്കി ചിരിച്ചു. ഡോക്ടർ 2 ദിവസമായി ഇവിടെയാണ് എനിക്ക് ഡ്യൂട്ടി ഇട്ടിരിക്കുന്നത്. കൃഷ്ണജിയോട് നിമ പറഞ്ഞൊപ്പിച്ചു. അതെയോ? ചിലപ്പോൾ ഞാനില്ലഞ്ഞിട്ടാവും. സാരമില്ല, അന്നമ്മ സിസ്റ്ററിനോട് ഞാൻ സംസാരിക്കാം. അത് വേണ്ട ഡോക്ടർ. ഇത്രയും എക്സ്പീരിയൻസ് ആയ ഒരാളെ ആയിരുന്നു എനിക്ക് ആവശ്യം. ഞാൻ അന്നമ്മ സിസ്റ്ററിനോട് പറഞ്ഞിട്ടാണ് ഇയാളെ ഇവിടെ ഡ്യൂട്ടിക്ക് നിർത്തിയത്. കൃഷ്ണജിയോട് രാജീവൻ പറഞ്ഞു. അത് കേട്ടതും കൃഷ്ണയുടെ മുഖം ഇരുണ്ടു. അവർ അത് മറയ്ക്കാനെന്നവണ്ണം ഒന്ന് ചിരിച്ചു. ഓ, ഇറ്റ്സ് ഓക്കെ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഡോക്ടർ. OP ടൈം ആകാറായില്ലേ? 2 പേരെയും നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് കൃഷ്ണജ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നിമയെ അവിടെ കണ്ടതു മുതൽ കൃഷ്ണയുടെ മനസ്സാകെ കലുഷിതമാണ്. എന്നാലും ഇവിടെ വേറെ എത്ര സിസ്റ്റേഴ്സ് ഉണ്ട്? എന്നിട്ടും അന്നമ്മ സിസ്റ്റർ എന്തിനാ നിമയെ തന്നെ അവിടേക്ക് ഇട്ടത്? എക്സ്പീരിയൻസ് ആണ് നിമ, അതൊക്കെ ശരിയാണ്. പക്ഷേ താനിത് എന്തോർത്ത് നടക്കുക? ഞാൻ എത്ര നേരമായി പിന്നിൽ നിന്ന് വിളിക്കുന്നു. ഞാൻ കേട്ടില്ല ഡോക്ടർ. സോറി. തനിക്കെന്ത് പറ്റി? ഈ ലോകത്തൊന്നുമല്ലേ? മൊത്തത്തിൽ ആലോചനയിലാണല്ലോ. നന്ദൻ മുന്നിൽ വന്ന് നിന്നതും ചോദിച്ചതുമൊക്കെ കേട്ടപ്പോൾ കൃഷ്ണ ആകെ ഒന്ന് വിളറിപ്പോയി. പുതിയ കാർഡിയോളജി ഡോക്ടർ ചാർജ് എടുത്തിട്ടുണ്ടല്ലോ, തൻ്റെ ആളല്ലേ? പോയി കണ്ടായിരുന്നോ? നന്ദൻ കളിയാക്കുന്നത് പോലെ ചോദിച്ചു. ഇപ്പോൾ കണ്ടിട്ടുള്ള വരവാണ്. പറഞ്ഞില്ലായിരുന്നു തന്നോട് നേരത്തെ ഇവിടെ വരുന്ന കാര്യം? നന്ദന് അറിയാനുള്ള ആകാംക്ഷ. അങ്ങനെ എല്ലാ കാര്യങ്ങളും എന്നോട് പറയത്തക്ക ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ല.
അതുകൊണ്ടായിരിക്കും പറയാതിരുന്നത്. അതൊരടഞ്ഞ അധ്യായമാണ് ഡോക്ടർ. പക്ഷേ എൻ്റെ മനസ്സിൽ മാത്രമാണ് അതൊരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത ഒന്നായി നിൽക്കുന്നത് ഇപ്പോഴും. ഡോക്ടർക്ക് ഇപ്പോൾ ഒ പി ഇല്ലേ? ആ അവസരം ലഘൂകരിക്കുന്നതിന് വേണ്ടി കൃഷ്ണജി ചോദിച്ചു. ഉണ്ട്, ഞാനൊരു ചായ കുടിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയതാ. താൻ വരുന്നോ? ഞാൻ ഇന്ന് ഡ്യൂട്ടിക്ക് കയറുന്നില്ല ഡോക്ടർ. നാളെ മുതൽ ഞാൻ വരാം. വല്ലാത്ത തലവേദന, കൃഷ്ണജ പറഞ്ഞുകൊണ്ട് നന്ദൻ്റെ ഒപ്പം ക്യാൻറ്റീനിലേക്ക് പോയി. ഡോക്ടറെ ഒ പിയിൽ ഇപ്പോൾ ആരാണ് നഴ്സിംഗ് അസിസ്റ്റൻറ്റ്? നന്ദൻ അറിയാനായി ചോദിച്ചു. നിരുപമയെ ഇപ്പോൾ കാർഡിയോളജി ഒ പിയിലേക്ക് അന്നമ്മ സിസ്റ്റർ മാറ്റി. ഞാനിപ്പോൾ കണ്ടിട്ടുള്ള വരവാണ്. അത് കേട്ടപ്പോൾ നന്ദൻ്റെ മുഖം മുറുകി. എത്ര ദിവസമായി ദേവു നിന്നെ ഒന്ന് കണ്ടിട്ട്? സ്റ്റഡി ലീവാണെന്ന് പറഞ്ഞ് നീ ഇങ്ങനെ വീട്ടിൽ തന്നെ കുത്തിയിരിപ്പാണോ? ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിക്കൂടെ? അല്ലെങ്കിൽ അമ്പലത്തിലെങ്കിലും ഒന്ന് പോയിക്കൂടെയും? നീ ഇരുന്ന് പഠിക്കണം. ഇപ്പോൾ പഠിത്തം മാത്രം മതി. മനസ്സിൽ എന്തൊക്കെയായിരുന്നു, എന്നിട്ടിപ്പോൾ എന്തായി? അത് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നിന്നെ ഒന്ന് കാണാൻ തോന്നുന്നു പെണ്ണേ. എത്ര ദിവസമായി ഞാനൊന്ന് കണ്ടിട്ട്. മണിക്കുട്ടിക്ക് എങ്ങനെയുണ്ട്? മണിക്കുട്ടി നഴ്സറിയിൽ പോയി. ചേച്ചി ഹോസ്പിറ്റലിൽ. അച്ഛൻ പറമ്പിലിറങ്ങിയിട്ടുണ്ട്. ദേവു, അച്ഛന് സുഖമില്ലാതിരിക്കുകയല്ലേ? പറമ്പിലിറങ്ങി പണിയൊന്നും ചെയ്യണ്ടെന്ന് പറയൂ. ഇനിയും വല്ലതും വരുത്തി വെച്ച് ആ നിമച്ചേച്ചിക്ക് പണി ഉണ്ടാക്കി കൊടുക്കണോ? ആദി വല്ലാതെ ഉപദേശിച്ചു. ആദിയേട്ടാ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. ചേച്ചി ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലെ കാർഡിയോളജി ഡോക്ടർ രാജീവനാണ് മണിക്കുട്ടിയുടെ അച്ഛൻ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ചേച്ചിയെ ഇപ്പോൾ ചേട്ടൻ്റെ ഒപ്പിയിലാണ് ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ മുറുമുറുപ്പുണ്ട്. ദേവു, എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല തുടക്കമാണെന്ന് രാജീവൻ വല്ലാത്ത പ്രതീക്ഷയോടുകൂടി പറഞ്ഞു. പിന്നെ നീ പറ്റുമെങ്കിൽ നാളെ അമ്പലത്തിലൊന്ന് വാ. ഞാനും അവിടെ കാണും. എനിക്ക് നിന്നെ ഒന്ന് കാണാൻ തോന്നുന്നു പെണ്ണേ. രാജീവൻ അത്രയും പ്രണയത്തോടു കൂടി പറഞ്ഞു. നാളെ ഞാൻ വരാം. ഇന്നിനി പറ്റില്ല. ചേച്ചിയോട് ചോദിച്ചില്ല, മതി. നാളെ വരുമ്പോൾ ഞാൻ ചോദിച്ച കാര്യം മറക്കല്ലേ. അപ്പോഴേക്കും പെണ്ണിൻ്റെ കവിളിൽ നാണത്തിൻ്റെ ചുവപ്പ് പടർന്നു. എന്നാൽ ഞാൻ ഫോൺ വയ്ക്കുക. നാളെ കാണാം. എടാ ആദി, കഴിഞ്ഞില്ലേ? ഓ പിന്നെ എപ്പോഴേ കഴിഞ്ഞു ചേച്ചി. ഡാ, നമുക്ക് മോളെ ഒന്ന് ചെക്കപ്പിനെ കൊണ്ടുപോകണം. അവൾക്ക് 2 ദിവസമായിട്ട് ചെറിയൊരു ക്ഷീണം. ഇന്നിപ്പോൾ പനിക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോഴാണ് ചേച്ചി പറയുന്നത് വേഗം റെഡിയാകുക? ഡോക്ടർ അന്നേ പറഞ്ഞതല്ലേ ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് നാൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണമെന്ന്. ചെറിയൊരു പനി പോലും വെച്ചുകൊണ്ടിരിക്കരുതെന്ന്. എടാ നീ ഇങ്ങനെ പേടിപ്പിക്കാതെ. ഞാനിതാ റെഡിയായി വരുവാ. രാവിലെ കൃഷ്ണജ ഡോക്ടറെ രാജീവൻ്റെ ഒപ്പം കണ്ടതു മുതൽ മനസ്സിൽ വല്ലാത്തൊരു വിഷമമാണ്. അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാ വിഷമിക്കുന്നേ? എൻ്റെ ആരാ? എൻ്റെ അല്ലേ? എൻ്റെ മാത്രമല്ലേ? എനിക്ക് മാത്രം അവകാശപ്പെട്ട എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ. രാജീവൻ ചെയറിലിരുന്നു കൊണ്ട് നീമയുടെ ഓരോ ഭാവങ്ങളായി ഒപ്പിയെടുക്കുന്നുണ്ട്. ആ മനസ്സിലത്തെ ഇപ്പോഴത്തെ ചിന്ത എന്താണെന്ന് അവന് മനസ്സിലായി. അടുത്ത ടോക്കൺ നമ്പർ വിളിച്ചപ്പോൾ ആദിത്യനും അനിതയും കുഞ്ഞും അകത്തേക്ക് കയറി വന്നു. അവരെ കണ്ട ഉടനെ തന്നെ നിമ്മ ഭംഗിയായി ചിരിച്ചു. മോളെ കയ്യിലേക്ക് അവൾ എടുത്തു. എന്ത് പറ്റി മോൾക്ക്? വീണ്ടും സുഖമില്ലേ? അപ്പോഴേക്കും രാജീവൻ അവരുടെ കയ്യിൽ നിന്ന് പഴയ ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങി പരിശോധിച്ചു. കുഞ്ഞിനെ ആ ടേബിളിലേക്ക് കിടത്തു സിസ്റ്റർ. ആദിത്യൻ നിമയുടെയും രാജീവിൻ്റെയും മുഖഭാവങ്ങൾ ശ്രദ്ധിക്കുന്ന തിരക്കിലായിരുന്നു. മോൾക്ക് എത്ര ദിവസമായി പനി തുടങ്ങിയിട്ട് ഇന്ന് രാവിലെയാണ് ഡോക്ടർ. 2 ദിവസമായി വല്ലാത്ത ക്ഷീണമായിരുന്നു കുഞ്ഞിന്. നേരെ ആഹാരം കഴിക്കുന്നില്ല. എന്നിട്ടെന്താ നിങ്ങൾ നേരത്തെ കൊണ്ടുവരാതിരുന്നത്? രാജീവൻ ദേഷ്യപ്പെട്ടു. സർജറി കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇടയ്ക്കിടയ്ക്ക് ക്ഷീണവും തളർച്ചയും വരാനുള്ള സാധ്യതയുണ്ടെന്ന്. അങ്ങനെയാണെന്ന് കരുതി. പക്ഷേ ഇന്നിപ്പോൾ പനിയും കൂടി വന്നതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാമെന്ന് കരുതിയത്. മരുന്നുകളൊന്നും മുടക്കുന്നില്ലല്ലോ? ഇല്ല ഡോക്ടർ, ഇതുവരെയായി മരുന്നുകളൊന്നും മുടക്കിയിട്ടില്ല. ഞാനിപ്പോൾ തൽക്കാലം പനിയുടെ മരുന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. വിശദമായ ഒരു ചെക്കപ്പ് ചെയ്യേണ്ടതുണ്ട്. പനിയൊന്ന് കുറഞ്ഞതിന് ശേഷം അടുത്ത ദിവസം എൻ്റെ ഒ പിയിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഓക്കെ ഡോക്ടർ, ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ആദിത്യൻ നിമയെ നോക്കി ചിരിച്ചു. ഞങ്ങൾ ഇറങ്ങട്ടെ ചേച്ചി. നിമയും അവരുടെ കൂടെ പുറത്തേക്കിറങ്ങി. ആദി എന്ന് ഓട്ടം പോയില്ലായിരുന്നോ? ഓട്ടം പോകാൻ ഇറങ്ങുമ്പോഴാണ് മോൾക്ക് സുഖമില്ലെന്ന് ചേച്ചി പറയുന്നത്. പിന്നെ ഇവരെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു. ഇനി വേണം ഓട്ടം പോകാൻ. തൻ്റെ പഠിത്തമൊക്കെ എങ്ങനെ നടക്കുന്നു? കുഴപ്പമില്ല ചേച്ചി, നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. എന്നാൽ ശരി, ഞങ്ങൾ പോട്ടെ. അവരോട് യാത്ര പറഞ്ഞ് പോയതിനു ശേഷം നിമ ക്യാബിനിലേക്ക് തിരികെ വരുമ്പോൾ സിസ്റ്റർക്ക് അവരെ നേരത്തെ അറിയാമോ? പെട്ടെന്ന് രാജീവിൻ്റെ ചോദ്യം കേട്ട് നിമ അയാളുടെ നേർക്ക് നോക്കി. അറിയാം, ഞങ്ങളുടെ വീടിൻ്റെ കുറച്ചടുത്താണ്. മോക്കുപ്പോൾ എങ്ങനെയുണ്ട്? ആ ചോദ്യം നിമയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ മകളുടെ കാര്യം നിങ്ങൾ തിരക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവളുടെ കാര്യങ്ങൾ തിരക്കാൻ വേറെ ആർക്കാണ് അവകാശം? അവകാശത്തർക്കമൊന്നും ഇപ്പോൾ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോഴേ രാജീവിന് എന്തോ ഒരു കോൾ വന്നു. അവൻ ഫോണുമായി വേഗത്തിൽ പുറത്തേക്കിറങ്ങി. ഹലോ അമ്മ. അമ്മ എവിടെയാ? ഞാനിപ്പോൾ നിൻ്റെ ഹോസ്പിറ്റലിലുണ്ട് മോനെ. പെട്ടെന്നൊരു തളർച്ചയും ക്ഷീണവും. അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛനും ഉണ്ട് എൻ്റെ ഒപ്പം.
അമ്മ അവിടെ നിൽക്ക്, ഞാൻ വേഗം അങ്ങോട്ട് വരാം. ശരി മോനെ. രാജീവൻ നേരെ കാഷ്വാലിറ്റിയിലേക്ക് പോയി.